നമസ്കാരം, ഞാൻ മൃണാൾ. ഭൂട്ടാനിലെ ഒരു ചെറിയ സ്ഥലത്തേക്കാണ് ഈ മനുഷ്യൻ എന്നെ കൊണ്ടുപോകുന്നത്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ സാധാരണ ഒരു റെസ്റ്റോറൻറ്റ്, അതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ബുഫേ ഉണ്ട്, പൊട്ടാറ്റോ ക്രീം കറി, എമദസി. ഇത് ഭൂട്ടാനിലെ ഒരു മസ്റ്റ് ട്രൈ ഡെലിക്കസിയാണ്, ചില്ലി ആൻഡ് ചീസ്. ഇത് പോർക്കിൻ്റെ ലെഗ് കൊണ്ടുള്ളൊരു കറി, ബീഫിൻ്റെ ബോട്ടി കൊണ്ടുള്ള ഭയങ്കര എരിവുള്ളൊരു കറി, പിന്നെ നമ്മുടെ നാട്ടിലുള്ള പോലെ കുറച്ച് റൈസ്, ഭൂട്ടാനീസ് സ്റ്റൈലാണ്. അങ്ങനെ 3-4 ഐറ്റം മാത്രമേ ഉള്ള ഒരു സാധു ബുഫേ കൊടുക്കുന്ന ഒരു സാധു റെസ്റ്റോറൻറ്റ്. ദേ ഭൂട്ടാനിലെ രാജാവും ഭാര്യയുള്ള കാലണ്ടറും ക്ലോക്കും ഒക്കെ തൂക്കിയിട്ടുള്ള ഒരു സാധു റെസ്റ്റോറൻറ്റ്. പക്ഷേ ഒരു ഫ്ലോറും കൂടെ മേലോട്ട് കയറിയാൽ അത് ഉണക്കാനിട്ടിരിക്കുക പോർക്ക്. ഓരോ പ്രായത്തിലുള്ള നമ്മുടെ ബേക്കൺ സ്റ്റൈലിൽ കട്ട് ചെയ്തെടുത്ത് പോർക്ക് കാണാം. ഫാറ്റും മീറ്റും ഒരു പ്രത്യേക അനുപാതത്തിൽ ഇവനെ നമ്മൾ കുക്ക് ചെയ്തു. ആ ഫാറ്റ് സോ ടെൻഡർ, മീറ്റ് ഡ്രൈ ഏജ്ഡും ആണ്, നമ്മുടെ ഇടിയിറച്ചിയൊക്കെ പോലെ. 2 ഡിഫറെൻറ്റ് ടെക്സ്ചർ ഒരുമിച്ച് വരുമ്പോണ്ടല്ലോ നമ്മുടെ വായക്കകത്ത് സ്ഫോടനം നടക്കുക. രണ്ടാമതും നമസ്കാരം, ഞാൻ പിന്നെയും മൃണാൾ. ഭൂട്ടാനിൽ ഞങ്ങൾ 4 പേരാണ് പോയത്. ഒരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ, ഭൂട്ടാനാണത്രേ ലോകത്തിലെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ജനങ്ങൾ ജീവിക്കുന്ന രാജ്യം. അപ്പോൾ എന്താണത് എന്ന് ഓൾറെഡി ഹാപ്പി ആയ 4 പേർക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രസമുള്ള കാര്യമല്ലേ. എന്താ അതെന്ന് ഞങ്ങൾ അന്വേഷിച്ചു പോയി. സ്വാഭാവികമായിട്ടും അവർ ഹാപ്പിനെസ് അന്വേഷിച്ചു, ഞാൻ ഇതുപോലുള്ള സംഭവങ്ങളും അന്വേഷിച്ചു. ഇത് ചീസിൻ്റെ മാലയാണ്. യാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൃഗമുണ്ട് ഭൂട്ടാനിൽ, അവരുടെ നാഷണൽ ആനിമലൊക്കെയാണ്. അതിൻ്റെ ചീസ് കട്ടയാക്കിയിട്ട് ഇങ്ങനെ മാല പോലെ വെച്ചിരിക്കുക. അതിന് അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ അത് ഒരു കല്ല് പോലെ ഇങ്ങനെ പരസ്പരം കൂട്ടിയിടിക്കുന്ന പോലെ തോന്നുമെങ്കിലും കഴിച്ചു നോക്കിയാൽ വൺ ഫ്ലേവറാണ്. ഓരോ രാജ്യങ്ങളിലുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ എത്ര വ്യത്യസ്തമാണ്. ഇന്ത്യയിൽ നിന്ന് വലിയ ദൂരമുള്ള ഭൂട്ടാനിലേക്ക് അയൽ രാജ്യമാണ്, പക്ഷെ അവിടുത്തെ വീടുകൾ, അവിടുത്തെ ചീസിൻ്റെ മാല എല്ലാം വളരെ വളരെ വ്യത്യസ്തമാണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇതെങ്ങനെയാണ് ഇത്ര ചെറിയ ദൂരത്തിനുള്ളിൽ ഇത്രയും വലിയൊരു വ്യത്യാസം ഉണ്ടാകുന്നതെന്ന്. ഇപ്പം ബീഹാറിൽ നിന്ന് നമ്മൾ ഭൂട്ടാനിലേക്ക് പോകുന്ന സമയത്ത് എന്തൊരു വ്യത്യാസമാണ്. എൻ്റെ കൂടെ ധാരാളം പേരുള്ളതുകൊണ്ട് അവരുടെ കൂടെ താല്പര്യങ്ങൾ മാനിച്ച് ഭക്ഷണം മാത്രം നോക്കാതെ ഈ ബുദ്ധനെയൊക്കെ കാണാൻ വന്നതാണ് കേട്ടോ. ബുദ്ധൻ എല്ലാം ത്യജിച്ച മനുഷ്യനായിരുന്നെങ്കിലും ഈ ബുദ്ധനാൾ റിച്ചാണ്, കംപ്ലീറ്റ് ഗോൾഡാണ്. ഇത് ബോധിസത്വൻ്റെ പ്രതിമയാണ്. അപ്പോൾ മൊത്തം ഗോൾഡിൽ കുളിച്ചു നിൽക്കുന്ന കുറേ സംഭവങ്ങൾ അവിടെ കണ്ടു. പിന്നെ ഭൂട്ടാനീസ് സ്റ്റൈലിലുള്ള കുറേ ബിൽഡിങ്ങുകളും കാണാറായി. ഞാനുടനെ അവിടുന്ന് മുങ്ങിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പോകാൻ പ്ലാൻ ചെയ്ത് ഒരു സംഭവം കണ്ടുപിടിച്ച് ചെന്നു. റെസ്റ്റോറൻറ്റും തുറന്നിട്ട് ആൾക്കാർ എങ്ങോട്ടേക്കോ പോയിരിക്കുകയാണ്. ഇതിനകത്തേക്ക് വരെ കയറി നോക്കി, അവിടെ ഒരു വീട് പോലെ ഒരു സംഭവമാണ് കണ്ടത്. ഇനിയിപ്പോൾ ഭവനവേദനത്തിന് ആൾക്കാർ കേസ് എടുക്കുമോ, പോലീസോ കേസ് എടുക്കുമോ എന്നുള്ള പേടി കാരണം അവിടുന്ന് കുറച്ച് പുറകിലോട്ട് മാറിയിട്ട് റെസ്റ്റോറൻറ്റിൽ തന്നെ ഇരിക്കാൻ തീരുമാനിച്ചു. കുറേ നേരം വെയിറ്റ് ചെയ്തു. ഈ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് കം ഡ്രൈവർ കം മനുഷ്യനുമായിട്ട് ഒരു ചെറിയ സംഭാഷണ ശകലം ഉണ്ടായത്. चेन्नई एक्सप्रेस आपको कौन सा एक्टर पसंद है? मेरे को हाँ, मेरे को सलमान खान और आमिर खान। शाहरुख पसंद नहीं है? नहीं, क्यों, क्या हुआ? ना अच्छा नहीं लगता है। अच्छा नहीं लगता है? इधर एक्टर्स है क्या? हाँ इधर है तो। है? हाँ है, लेकिन इतना कॉन्टेंट नहीं आता है। हाँ, इधर मूवी थिएटर है? खाली पुलिस मूवी लगता है। कौन सा मूवीज आता है इधर? खाली पुलिस मूवी भूटनीस मूवी, ये हिंदी वगैरह इंग्लिश मूवीज बंद हो गया, बैन कर दिया। बैन कर दिया।
ഇവിടെ ആരും വന്നില്ല, ഭക്ഷണം കിട്ടിയില്ല, ഇറങ്ങി നടന്നു. മലകയറ്റമാണ് ഭൂട്ടാനിൽ പ്രധാന പണി. എൻ്റെ അല്ല, അവരുടെ. അവർ പോകുമ്പോൾ പുറകെ ഞാനും പോകണമല്ലോ, വേറെ വഴിയില്ലല്ലോ. അപ്പോൾ ഇത് ഇപ്പോൾ ഷൂട്ട് ചെയ്ത സാധനം അതിൻ്റെ 4 ഇരട്ടി 5 ഇരട്ടി സ്പീഡിലൊക്കെയാണ് ഈ കാണുന്നത്. കയറി 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 ഒരു സ്ഥലത്തെത്തി. പക്ഷേ ഈ എത്തിയ സ്ഥലം ശരിക്കും കൊള്ളാം. ഒരു പഴയ പോലത്തെ വീട്. അവിടെ ഇങ്ങനെ കുറേ സാധനങ്ങൾ, ഇങ്ങനെ ഉണ്ട പോലത്തെ സാധനങ്ങൾ, ഉണ്ടല്ല സിലിണ്ടർ പോലത്തെ സാധനങ്ങൾ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ, എൻ്റെ നാട്ടിൽ മലബാറിലെ തെയ്യത്തിനൊക്കെയാണ് ഞാനിങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ആട്ടുമൊക്കെ കണ്ടിട്ടുള്ളത്. എങ്ങോട്ട് നോക്കിയാലും പിന്നെ ഭൂട്ടാനിൽ മലയും കുന്നുമാണ്. അത് പിന്നെ പ്രത്യേകിച്ച് കാണാനോ പറയാനോ ഒന്നുമില്ല. പക്ഷെ ആ കല്ലുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അൺഈവൺ ആയിട്ടുള്ള കല്ലുകൾ വെച്ചിട്ടാണ് അവിടെ ഇത് ഫുൾ പണിതിരിക്കുന്നത്. മതിലായാലും എന്തായാലും പണിതിരിക്കുന്നത്. ഇവിടെയൊന്നും ആരും കാണാനില്ല. ഇതാണ് ഭൂട്ടാനിലെ വേറൊരു പ്രധാന സംഭവം. ആൾക്കാർ വളരെ കുറവാണ്. ഒരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനിൽ പോലും നമ്മൾ പോയി നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരുപാട് പേരൊന്നും കാണാൻ പറ്റില്ല. ദേ വരണ് ഒരാള്. ആഹാ, ഓഹോ, ഇത് കറക്കാനുള്ളതാണല്ലേ. ഇതിലെന്തോ എഴുതി വെച്ചിട്ടുണ്ട്. അത് അവരുടെ ലാംഗ്വേജിലായിരിക്കും. എനിക്ക് പിന്നെ ലോകത്തെ എല്ലാ ലാംഗ്വേജും അറിയുന്നതുകൊണ്ടേ പെട്ടെന്ന് വായിക്കാൻ പറ്റും. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് കറക്കിയിട്ട് അവർ പോവുകയാണ്. ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരൊരു സ്ത്രീയാണ്, അവരിതൊരു കാര്യം ചെയ്യാണ്. എനിക്കൊരു പരിചയമില്ല അവരെ, അവർക്ക് എന്നെ ഒരു പരിചയമില്ല. ഞാനത് ഷൂട്ട് ചെയ്യാണ്, അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇതൊക്കെ കാണുമ്പോഴാണ് ഈ നമ്മുടെ നാട്ടിലെ ചില സ്ത്രീകൾ എവിടെയോ ആരോ ക്യാമറയും കൊണ്ടൊരു പക്ഷിയെ ഷൂട്ട് ചെയ്യുന്നുണ്ടാവും. അവർ ഉടനെ തീരുമാനിക്കും അത് അവരെയാണ്. സമ്മതിക്കണം. എൻ്റെ കൂടെ വന്ന ആൾക്കാർ കിട്ടി, അവരും കറക്കുന്നുണ്ട്. അവർ നേരത്തെ കയറി വന്നതാണ്. എനിക്ക് മല കയറാൻ ഭയങ്കര സ്പീഡായതുകൊണ്ടേ ഞാൻ കുറച്ച് പതുക്കെ എത്തിയുള്ളൂ. ഇത് ഇവിടുത്തെ ഒരു ആചാരമാണ്. എത്ര മനോഹരമായ ആചാരം അല്ലേ, നല്ല രസമുണ്ട്. കണ്ടപ്പോൾ തന്നെ ആളെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ സിനിമാ ഡയറക്ടർ ജീത്തു ജോസഫും ഭാര്യ ലിൻഡയുമാണ്. ഈ സ്ഥലത്ത് ഞാൻ പോയപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ബൃഹദീശ്വര കോവിലിൽ പോകുന്നതാണ്. അതുപോലെ തന്നെ മിലാഗ്രസ് ചർച്ച് പോലുള്ള സ്ഥലങ്ങളിൽ പോകുന്നതാണ്. അവിടെ ചെന്നിരുന്നു കഴിഞ്ഞാൽ ഒരു രസമാണ്, ഒരു സുഖം. അല്ലാണ്ട് ഈ പഴനിയിലും ഗുരുവായൂരൊക്കെ പോലെ ക്യൂ നിന്നിട്ടുള്ള പരിപാടികൾ എനിക്ക് പൊതുവെ ഇഷ്ടമല്ല. കാണുന്നതാണ് എൻ്റെ ഭാര്യ. ചിലരൊക്കെ കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്, ഭാര്യയെ ഒന്ന് കാണിക്കുമെന്ന്, ഭാര്യ കുക്ക് ചെയ്യുന്ന വീഡിയോസ് കാണിക്കുമെന്ന്. എൻ്റെ ഭാര്യ വളരെ നന്നായിട്ട് കുക്ക് ചെയ്യും. പക്ഷേ കുക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അടി കിട്ടും. വെറുതെ നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നത്. റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൂടി വന്നാൽ പുറത്താക്കേ ഉള്ളൂ. കുടുംബകലഹം ഉണ്ടാക്കണ്ടല്ലോ. നമ്മൾ നേരത്തെ കണ്ട കുറേ കൊടികളാണ്. ഭൂട്ടാനിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ കൊടികൾ ഉണ്ടാക്കി വെക്കും. എന്തിനാന്ന് എനിക്കറിയില്ല. ഭൂട്ടാനിലെ റോഡുകളും വണ്ടികളുമാണ്. ഇനി ഇവിടുത്തെ ഹാപ്പിനെസ്സിൻ്റെ ഒരു പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത്. ഇവിടുത്തെ റോഡുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് വണ്ടികൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ഞങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച ടാക്സി വാഗണാറാണ്. വാഗണാറിന് പുറമെ അവിടെയുള്ളത് ഓൾട്ടോയാണ്. പിന്നെ ചെറുതായിട്ട് ഇന്നോവയുണ്ട്. കൺസ്ട്രക്ഷനൊക്കെ വളരെ ലിമിറ്റഡ് ആണ്. വളരെ അപൂർവമായിട്ട് മാത്രമേ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന കാണാൻ പറ്റുള്ളൂ. എന്നാൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ഇതൊരു ആൻറ്റിക് ഗിഫ്റ്റ് ഷോപ്പാണ്. ക്രാഫ്റ്റ്സ് പോലുള്ള സംഭവങ്ങളൊക്കെ വെക്കുന്നത്. ഇവിടെ നമ്മൾ ചെന്നാലും എല്ലാ സാധനങ്ങൾക്കും ഏകദേശം ഒരേ വിലയും റീസണബിൾ ആയിട്ടുള്ള വില, അല്ലെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള വിലയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ വിദേശ ടൂറിസ്റ്റുകൾക്ക്, ആൾക്കാർക്കൊക്കെ ധാരാളമായിട്ട് വരുന്ന സ്ഥലവും അവരൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്ന സ്ഥലവുമാണിത്. എല്ലാം സിമ്പിളും ചെറുതും അഫോർഡബിളും ഒക്കെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ പൈസ കൊണ്ട് അധികം ഷോ ഓഫ് നടത്താനുള്ള സ്കോപ്പ് വളരെ കുറവാണ്. ഞങ്ങളുടെ എൻറ്റയർ ട്രിപ്പിൽ, 5 ദിവസത്തെ ട്രിപ്പിൽ ഞാൻ ഒരു വലിയ വണ്ടി എന്ന് പറയാൻ 1-2 വണ്ടികൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. പൈസ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ്. 5 സ്റ്റാർ ഹോട്ടൽസ് വളരെ റയർ. KFC എന്ന് പറയുന്ന സാധനമേ ഇല്ല. എല്ലാവരും മാർക്കറ്റിൽ വരുന്നു, സാധനങ്ങൾ വാങ്ങിക്കുന്നു. അതുകൊണ്ട് തന്നെ പൈസ ഉണ്ടാക്കാനുള്ളൊരു ഓട്ടം ഭൂട്ടാനിൽ അങ്ങനെ ഇല്ല. കാരണം ഒരുപാട് പൈസ കൊണ്ട് അവർക്കങ്ങനെ ഭീകരമായിട്ട്, സാധാരണക്കാർക്ക് മുതൽ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഭീകരമായിട്ട് ഒന്നും ചെയ്യാനുണ്ടെന്ന് തോന്നുന്നില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഈ പൈസ കൊണ്ട് ഉയരണം എന്നുള്ള ഒരു ചിന്ത വളരെ വളരെ അധികം ഉള്ളത് കൊണ്ടും അതിനു വേണ്ടി എന്തും ചെയ്യാം, എങ്ങനെ ആയാലും കുഴപ്പമില്ല, പൈസയ്ക്ക് വേണ്ടിയിട്ടില്ലേ എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ളത് കൊണ്ടും ആണ് ഹാപ്പിനെസ് കുറയുന്നത് എന്നെനിക്ക്
ചെറുതായിട്ട് തോന്നുന്നു. കാരണം ഇവിടെ ആ പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടവും പൈസ ചെലവാക്കാനുള്ള മത്സരവും പൈസ ചെലവാക്കാനുള്ള അവസരങ്ങളുമാണ് ബാക്കിയുള്ള സ്ഥലത്തുനിന്ന് കുറവായിട്ട് കാണുന്നത്. അതായിരിക്കാം ചിലപ്പോൾ കാരണം.